Audience. ഞാൻ ഒരു കാര്യം അറിഞ്ഞുള്ളതാണോ? എന്താ നിങ്ങൾ ഗുരുവായൂർ പോന്ന? മനുഷ്യനെ പേടിപ്പിച്ച് കളയുമല്ലോ. ആ പോവാ. അതെന്നിട്ട് നിങ്ങൾ തക്കുടിനെ കൊണ്ടുപോകുന്നില്ല, ലില്ലിപ്പണ്ണും വരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോന്ന? തക്കുടിനെ കൊണ്ടാകാത്തത് അവന് മറ്റേ അവരുടെ കൂടെ എന്താണ്ട് എവിടെയൊക്കെ പോവാന്ന് പറഞ്ഞു. അതുകൊണ്ടാ. ലില്ലിപ്പണ്ണ ലില്ലിപ്പെണ്ണ് എങ്ങനെ വരും? എന്ത് വരുന്നതിനെന്ത്? ലില്ലിപ്പെണ്ണ് വരാൻ പറ്റില്ല. എന്ത് പറ്റി? എന്താ ഈ കുത്തി കുത്തി ചോദിക്കണേ എന്നതാ? പറഞ്ഞോണം, അവിടെ അഹിന്ദുക്കൾക്ക് കയറിക്കൂടല്ലോ. കേറാൻ പാടില്ല, അതുകൊണ്ട് ലില്ലി വരുന്നില്ല. നിങ്ങള് കുടുംബശ്രീയിലെ അതിനകത്ത പെണ്ണുങ്ങളെല്ലാം കണ്ടാന്നോ? മിനിയെ കണ്ടെന്ന് പറഞ്ഞിട്ട്? മിനിയൊക്കെ ഉണ്ട്, ശാരദാമ്മ എല്ലാവരും ഉണ്ട്. ആണ് 19 പേരുണ്ട്. 50 പേരോ? 19 പേരാ. പിന്നെ ഈ പെണ്ണുങ്ങൾ മാത്രല്ലേ ഉള്ളൂ? ഞാനിവിടെ വേണേ ക്ലിയർ വണ്ടിക്കകത്ത്. എടാ നിന്നോടല്ലേ ഇച്ചിരി മുമ്പ് പറഞ്ഞാൽ നിനക്ക് വരാൻ പറ്റൂലെന്ന്. ഞാൻ അമ്പലത്തിൽ കയറുന്നില്ലല്ലോ, പിന്നെന്തിനാ നീ വന്നത്? പുറത്തുനിന്ന് തൊടാലോ. ഞാൻ ഗുരുവായൂർ അമ്പലം സിനിമയ്ക്കകത്തുണ്ടോ, ഭയങ്കര ആളും ഭയങ്കര തിരക്കുമാണ്. നിങ്ങൾ ഈ 19 മധ്യവയസ്കരോടെ ചെന്ന് ചെതറിപ്പോയി കഴിഞ്ഞാൽ കൂട്ടുപിടിച്ചോണ്ട് വരാൻ ഒരാൾ വേണ്ടേ? ചെതറിപ്പോണേ കൂടി ചെതറിപ്പോണ. അവിടെ കൂട്ടം തെറ്റും, അങ്ങനത്തെ പ്രശ്നമുണ്ടോ? പിന്നെ കൂട്ടം തെറ്റല്ലേ? വേണ്ട വരണ്ട, പോട്ടെ. കൂട്ടം തെറ്റത്തില്ല, പോട്ടെ. ശാരദാമ്മയ്ക്ക് യാത്രാ മധ്യേ പ്രഷർ കൂടി വൊമിറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ആരോഗ്യപരമായ ക്ഷീണമെന്ന് ആശുപത്രി കൊണ്ടുപോകും. അതും പോട്ടെ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഡ്രൈവറേ ഉള്ളേ. അപ്പൊ കിളിയായിട്ട് ഞാനുണ്ട്, ടയർ മാറി സഹായിക്കാൻ ഒരാളുണ്ടാവൂ? റൊണാൾഡേ, എടാ ഞങ്ങള് ഭഗവാനെ കാണാൻ വേണ്ടി പോണതാ. എന്നാ മനുഷ്യനാരാ പറയുന്നത്? മനുഷ്യൻ എങ്ങനെ പറയും? തങ്കഞ്ചേട്ടത്തി, നിങ്ങൾ പോകുമ്പോ ഒരു നേർച്ച കഴിച്ചേക്കണേ, ഞാൻ 10 രൂപ കാശിടാവുന്ന നേർച്ച പെട്ടിയിൽ ഇട്ടേക്കണേന്നല്ലേ. ഇത് ദുരന്തമല്ലാതെ നീ ഒന്നും പറയണില്ലല്ലോ. ശാരദാമ്മയ്ക്ക് തലകറങ്ങി വീഴും, വണ്ടിയുടെ ടയർ പൊട്ടിപ്പോവും, നീ ആള് കൊള്ളാലോ. അല്ല, പോകുന്ന വഴിക്ക് ഒരു ആൺതുണ ഉണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഡ്രൈവർ എന്തായാലും വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ആളൊന്നിന് 10,000 രൂപ കൊടുക്കണം. എന്റെ അടുത്ത് നിനക്കും കൂടി 1000 തരാം. അല്ല നിന്റെ അടുത്തുണ്ടോ പൈസ? എനിക്ക് തരണ്ട, ഞാൻ കിളിയല്ലേ. അയ്യോ, കിളിയായിട്ട് നിന്നെ കൊണ്ടുപോകാൻ അയാൾക്കങ്ങ് ഭയങ്കര വിഷമാണല്ലോ. അല്ല അത് തന്നെയല്ലേ, എനിക്ക് വണ്ടിയില്ല, നമ്മള് വണ്ടി വിളിച്ചേക്കണതാ. ഭഗവാന്റെ കാണാൻ വേണ്ടിട്ട് ചെല്ലുന്ന ഒരാളെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് അല്ല അനുഗ്രഹം തരും. എന്നാലും ഒരു നീ ഒരു കാര്യം ചെയ്യ്, നീ അവരെ എങ്ങാണ്ടൊക്കെ പോണെന്ന് പറഞ്ഞ അവരുടെ കൂടെ പോ. അതുകൊണ്ട് ലില്ലിപ്പണ്ണ കൊണ്ട് ചെന്നാൽ മതി, എന്നെ പൊന്നെ പോലെ കൊണ്ടുപോയി, കുഴപ്പമില്ല. പക്ഷെ അതിവിടെ നമ്മൾ സ്ഥിരം പോകുന്നത് അവിടെ തന്നെ. ഇത് ഗുരുവായൂർ വരെയൊക്കെ ആകുമ്പോൾ പോകുന്ന വഴിക്ക് ബോൾഗാട്ടി കാണാം. നിനക്ക് ഗുരുവായൂർ പോകാൻ തോന്നിയത് എന്തുകൊണ്ടാ? ആ സിനിമ വന്നോണ്ടല്ലേ? അമ്പലം കണ്ടു, അപ്പൊ നേരിട്ട് കാണുമ്പോൾ എന്തുമായിരിക്കും? അപ്പൊ നീ ഒരു കാര്യം 2-3 പ്രാവശ്യം ആ സിനിമ കാണും, അല്ലെങ്കിൽ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ പിടിക്കും. അയ്യേ, നീ ഒരു കാര്യം ചെയ്തേ, അവിടെ ഒരു തേങ്ങ ഇരിപ്പുണ്ട്, എന്തേ എത്തി നോക്കണം, അങ്ങോട്ട് പോ. അതെടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അവിടെ പാക്കത്ത് ഇരിപ്പുണ്ട്, ആ പുറത്ത് പൊട്ടിച്ചിട്ട് ഇവിടെ ചിരവിട്ടിട്ട് ഒന്ന് ചിരവിത്താടാ. ഏണിനൊരു വല്ലാത്ത പെടുത്ത്. നല്ല വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് വെച്ചപ്പോഴത്തേനെ എൻ്റെ ആണെന്ന് തോന്നുന്നു, പക്ഷേ പാടായിരിക്കും. അമ്പലത്തിൽ കൊണ്ടുപോകുന്നില്ലല്ലോ, ഭയങ്കര പാടായിരിക്കും. പാടാ ഒന്നും തോന്നല്ലേ? ഏട്ടാ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മുഷിഞ്ഞ ഡ്രസ് വീണ്ടും ഈ ഹാങ്ങറിലോട്ട് എടുത്ത് തൂക്കരുത്. ഷർട്ട് ഇവിടെ ഇട്ടപ്പോ നീ എന്നെ കഴിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ മക്കൾ ആരും എടുത്തിട്ടുണ്ടാവും. അല്ല ഞാൻ ഇട്ട ഡ്രസ് എടുത്ത് ഹാങ്ങറിൽ ഇടുവോ ആരെങ്കിലും? ഇതെടുക്കണോ? ഒരു കുഴപ്പമില്ല, ഒന്ന് മണത്ത് വെക്കണം. പിന്നെ എന്ത്? അപ്പൊ അറിയാലോ ഇട്ടില്ലെന്ന്, അങ്ങനെയല്ലേ മനസ്സിലാക്കാം. മണത്ത് നോക്ക്. ആഹാ സൂപ്പർ. ഇല്ല ഇട്ടില്ല, ഇടാൻ പോണേ ഉള്ളു. ഓ, നമ്മളെ സിനിമയ്ക്ക് പോയിട്ടാണ് ബീച്ചിൽ പോണേ, ബീച്ചിൽ പോയിട്ടാണ് സിനിമയ്ക്ക് പോണേ? സിനിമയ്ക്ക് പോയിട്ടാണ് ബീച്ചിൽ പോണേ, ബീച്ചിൽ പോയിട്ടാണ് സിനിമയ്ക്ക് പോണേ? സിനിമയ്ക്ക് പോയിട്ട് ബീച്ചിൽ പോവാം, അല്ലേ അല്ലേ? അപ്പൊ അവിടെ ഒന്ന് കപ്പലിന്റെ കഴിച്ചിങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുക. അയ്യോ, അവിടെ ആക്ഷൻ നോക്ക്. അവള് ഭയങ്കര ആക്ഷൻ അല്ലേ? രാവിലെ തൊട്ടേ അങ്ങോട്ട് സന്തോഷം കേറി ഇരിക്കുക. അപ്പൊ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പോപ്കോൺ തിന്നാൻ പറ്റില്ല, കാരണം ബീച്ചിൽ അതിന് കപ്പലണ്ടി തിന്നാനുള്ളതാണ്, ചൂട് കപ്പലണ്ടി അല്ലേ? എന്റെ കപ്പലണ്ടിയും പോപ്കോണും മാത്രമേ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ. അല്ല വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് അവർ പറയണം. ഫുഡ് എന്താ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് കുഴിമന്തി മതി. കുഴിമന്തണോ? കുഴിമന്തി. കുഞ്ഞിന് എന്ത് വേണം? എനിക്ക് ഷവായി മതി. ഷവായി ഷവായി എന്നൊക്കെ പറയാറായല്ലേ നീ? മക്ക എനിക്ക് ബ്രോസ്റ്റഡ്.
എന്ത് ആ ഇതെല്ലാം കൂടെ ഒരു സ്ഥലം എടുത്ത് കിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല, എല്ലാവർക്കും ഓരോ ബ്രോസ്റ്റഡ് മതി. എന്നാ എനിക്കും ബ്രോസ്റ്റഡ്. ബ്രോസ്റ്റഡ് മതി. ഓക്കെ എനിക്ക് ഷവായി മതി. അത് അവിടെ കിട്ടാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് മേടിക്കാം. ഷവായി കിട്ടുമായിരിക്കും, നോക്കാം. ആ എടി ഞാൻ റെഡി ആവാൻ പോവാ. ഇനിയിപ്പോ നാളെ ഉച്ച കഴിയൂട്ടോ ഞാൻ എത്തുമ്പോ. അവനെ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ സിനിമയ്ക്കൊക്കെ പോകത്തില്ലേ? അപ്പൊ നിങ്ങൾ പോണ്ടോ പിന്നെയും? പിന്നെ പോവാതെ എന്തിനിപ്പോ പോണത്? ഞാൻ പറഞ്ഞില്ലേ എല്ലാം പ്രശ്നങ്ങളാന്നേ. എന്ത് എവിടെ പ്രശ്നം? മല ഇടിയുന്ന് വെള്ളം പൊങ്ങൂന്നൊക്കെ പറയണ കേട്ടില്ലേ ചേച്ചി? അതിന് ഇവിടെ എവിടെയാണ് മല ഇടിയാനൊക്കെ? അതല്ല, പക്ഷെ കടലുണ്ടല്ലോ, കടല് സുനാമി ഒക്കെ വരൂന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അതിന്റെ ഇടയ്ക്കൊക്കെ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിയാലോ? ചേച്ചി എങ്ങോട്ടാ പോണത്? ഞാൻ ഗുരുവായൂര്. ഗുരുവായൂരല്ലേ പോണത്? പ്രശ്നങ്ങൾ മൊത്തം വടക്കോട്ടാ നടക്കണത്. ചേച്ചി പോണ കാര്യം ഒന്ന് ആലോചിക്ക്. എന്നെ ഭഗവാൻ നോക്കിക്കോളൂ. അപ്പൊ പിന്നെ ഞങ്ങളെയും കാത്തോളൂ. നിങ്ങൾ പോണ്ട പിള്ളേരെ, അവര് പോയിട്ട് മറ്റേ ഇത് അതൊന്നുമല്ല, ചേച്ചിക്ക് നമ്മളൂടെ വരണം. അതിനുവേണ്ടി നമ്മളെ വീട്ടിൽ അതറിയാമെങ്കിൽ പിന്നെ എന്തിനാ പോണെന്ന് പറയണ? നാളെ മറ്റന്നാള് പോയാൽ കുഴപ്പമുണ്ടോ? അവധി വേണ്ടേ? ഈ ഉള്ള ദിവസമല്ലേ കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പോണ കാര്യം. ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട് അവർക്ക്. ഓരോന്ന് കഴിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ഷവായി, കുഴിമന്തി അതൊക്കെയാണ് ഓർഡർ ഉണ്ട്. അതെല്ലാം മേടിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരാം. കുഴപ്പമില്ല, നീ പോയിട്ട് വാ. എടി ഒരു ശത്രു സംഹാര പൂജ കഴിപ്പിച്ചേക്കണേ. അതിന് തന്നെ പോണത്. നമ്മള് പോണേന്റെ കുശുമ്പ. മോളെ കൈ എഴുന്നേറ്റ് കുളിക്കാം. കുളിക്കാത്തവരൊക്കെ പോയി കുളിക്കും. അതോടെ വെച്ചിട്ട് വാ. എന്റെ ബാഗാടി ഇതാടാ. വരുവാ. പെട്ടെന്ന് പോകണ്ട, തിയേറ്റർ ഹർത്താലാണ്. രാത്രി വരെ ഉണ്ട്. വാതില് പൂട്ടുന്നില്ല, ഇവിടെ ഉണ്ടാവൂല. പോവാ. നമുക്ക് റൊണാൾഡോനെ കൊണ്ടുപോയാലോ? പിന്നെ റൊണാൾഡോ അവന് വേറെ പണിയുണ്ട്. വാ പോവാ. പിള്ളേർക്കുള്ള സ്നേഹം കൂടെ പുറപ്പിനില്ലാതായി. അയ്യോ വരുന്ന ഈ പോക്ക് നേരെ അങ്ങ് കൊടങ്ങാവിള ചെന്ന് നിൽക്കണം. എന്നിട്ട് റോസ് ചേച്ചനെ വിളിച്ചിട്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ഇതുപോലെ ഒരു കറക്കം കറങ്ങും. എന്റെ കാര്യം പിള്ളേരുമായിട്ട് വാ, എനിക്കറിയാം. അപ്പൊ നിങ്ങള് പുതുമോടി ഒന്നല്ല, ഞാനും പിള്ളേരുടെ ആ ബാൽക്കണിയുടെ സൈഡിലും കാണാൻ വരുന്നത്. സിനിമ ഉണ്ടായിരുന്ന കുഴപ്പം? ചേച്ചിന് വേറെ പണിയൊന്നും ഇല്ലേ? പണിയില്ലാത്തോണ്ടല്ലേ സിനിമയ്ക്ക് വരാന്ന്. പണി ഇവിടെ ഇരുന്നാ കിട്ടത്തില്ല, അങ്ങോട്ട് ഇറങ്ങി നടക്കണം. പിന്നെ വർക്ക്ഷോപ്പിൽ പോണം, നല്ല പണി കിട്ടും. വർക്ക്ഷോപ്പിലൊന്നും പോകണ്ട, എല്ലാ പണി വരും. ആ വാ. പിടിച്ചിറക്കും മോളെ. എന്ത് പറ്റി അമ്മേ? എന്ത് പറ്റി? നിങ്ങളെവിടെ പോവുക? ഞങ്ങള് ഏട്ടനുമായിട്ടൊന്ന് പുറത്തു പോകുമായിരുന്നു. മുട്ടുവേദനയ്ക്ക് ഒരു കുറവുമില്ല. ആണോ? എന്നാ ഇരിക്കും ഇവിടെ. അമ്മയോട് പറഞ്ഞല്ലേ മിനിഞ്ഞാന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരാനായിട്ട്. അമ്മ എന്തിനാ പിന്നെ അങ്ങോട്ട് പോയത്? പറഞ്ഞായിരുന്നു. പിന്നെ നേരത്തെ തേച്ചുകൊണ്ടിരുന്ന എണ്ണയും കുഴമ്പും ഒക്കെ അങ്ങ് തീർന്നു. ആണോ? ഞാനേ പുറത്തു പോണ കാരണം ഉച്ചക്കത്തേക്കൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ല. അതൊന്നും സാരമില്ല, ഒരു നേരം കഴിച്ചതെന്ന് വെച്ച് ചത്തു പോത്തൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് വാ. അല്ല അപ്പുറത്ത് ചേച്ചിയും ഇല്ല. ഓ അതിന് സാരമില്ല, നിങ്ങൾ പോയിട്ട് വാ. ചെല്ലി മക്കളെ. ആരുമില്ലാതെ അമ്മ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നൊന്നും ശരിയല്ല. അല്ല അമ്മ ഇവിടെ ഒറ്റക്കല്ലേ? ഓ ഞാൻ ഒറ്റയ്ക്ക്. എടാ റൊണാൾഡേ, ഞാനൊരു കുറുപ്പടി തരാം. എന്നാ ഇത് കൊണ്ടുപോയി എന്റെ കുഴമ്പ് വാങ്ങിച്ചോണ്ട് എന്നാ പൈസ ഞാൻ കൊടുക്കാൻ വേണ്ടി. വേണ്ട വേണ്ട വേണ്ട, പെൻഷൻ വാങ്ങിച്ച പൈസ ഇരിപ്പുണ്ടല്ലേ. പിന്നെ ഞാനവിടെ ഒരു കാറ്ററിംഗുകാരെ കണ്ടിട്ടേ വരത്തുള്ളൂ. അല്ല ഇതൊക്കെ വാങ്ങിച്ചോണ്ട് തന്നിട്ട് പോണേ. നീ പോണതൊക്കെ കൊള്ളാം. പെട്ടെന്ന് അമ്മേ വാ പോവാ, സിനിമയൊക്കെ പകുതിയായി കാണാം. നീ ഒന്ന് അടങ്ങ്. എന്നാ ഞാൻ പോയി. അയ്യോ പിടിക്കണോ? സിനിമ പകുതിയായ പിന്നെ എന്നെ എടുത്തു. വരാതെ ഇപ്പൊ എപ്പോഴാ വരുന്നേന്നോ? ഇതെന്തെന്ന് നോക്കിയിരിക്കുക മൂന്നും. പോയി ഡ്രസ്സ് മാറിക്കേ ചെല്ല്. എന്താ മാറാത്തത്? മാറാനെന്നോ എന്നെ കൊണ്ടുപോയാ പറ്റുള്ളൂ. എടി എന്തിനി പോവാൻ പറ്റത്തില്ല? അച്ഛൻ പറഞ്ഞില്ലേ പോവാൻ പറ്റത്തില്ലെന്ന്.
2-3 ദിവസം കഴിയുമ്പോ കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോകും. മുന്നേ എന്തൊരു പാടാണിത്. ഇനിയിപ്പൊ എന്തായാലും ഇന്ന് പോകാൻ പറ്റത്തില്ല. പോയി ഡ്രസ്സ് മാറി എടുക്കേ. ഞാനാണ് ആ ചതി കാണിച്ചത്. ഞാനും നിങ്ങളുടെ കൂടെ പോകാനായിട്ട് ഇറങ്ങിയതല്ലേ. അച്ഛനല്ലേ പറഞ്ഞത്. അമ്മൂമ്മ വന്നിട്ടായിരുന്നു നമ്മളിന്ന് പോത്തില്ലായിരുന്നു. അമ്മൂമ്മ ഇപ്പഴേ അമ്മൂമ്മക്ക് വരാതോ. ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ വേറെ പണിയൊന്നുമില്ല. സത്യമല്ലേ പറഞ്ഞു. പിന്നെ എല്ലാരോടും പോയിക്കൊള്ളാൻ ഞാൻ പറഞ്ഞതല്ലേ. അല്ലമ്മ ഏട്ടൻ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്നാലേ അത് കൊച്ചുങ്ങളോട് കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ എല്ലാരെയും വെറുപ്പിക്കുന്ന കാര്യമല്ല കൊച്ചുങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ എന്തേലും പറയുന്ന അമ്മ കേട്ടാ? കൊച്ചു പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കാരണമാണ് പോവാത്തത്. അച്ഛൻ പറഞ്ഞത് അമ്മൂമ്മ വരുന്നോണ്ട് പോകണ്ട. നീ കേട്ടാ? നീ കേട്ടാ? തീർത്തത് ഒരു കൊച്ചിന്റെ അടുത്ത് വെറുതെ ഇരുന്നോണ്ട് പറയണത്. അമ്മ എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത കാര്യം പറയണത്? എനിക്ക് ഏത് നേരത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. എന്റെ കാലും വയ്യല്ല ദൈവമേ. എനിക്കൊരു ഓട്ടോ വിളിച്ചു തരാനും ആരും ഇല്ലല്ലോ. എന്റെ വയ്യ. അമ്മേ എന്തോന്ന് അവിടെ നിക്കാൻ. നിൽക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പോണു. മതിയാടി മതിയാടി തൃപ്തിയാണ് നിനക്ക്? നീ പോയിട്ട് വന്ന് ഓരോന്ന് വിളിച്ച് പോയിട്ട് കുളിപ്പിച്ച മര്യാദക്ക് 3 കൂടെ ഡ്രസ്സ് മാറി ഇരുന്നോണേ. അമ്മേ അമ്മേ ഇതെവിടെ പോവാണ് അമ്മേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോണെന്ന്. എന്റെ അമ്മ എന്തും അമ്മ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ അകത്തോട്ട് കേറിക്ക അമ്മ. എന്തോന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നീ നിന്റെ കാര്യം നോക്കുമല്ലോ. അമ്മ വാ അമ്മ ചൂടുവെള്ളൊക്കെ ചൂടാക്കിട്ടെ. വിളിക്കരുത് ഞാൻ പല പ്രാവശ്യവും തമ്പാനൂർ തമ്പിയുടെ വീട് എവിടാ? ഇങ്ങോട്ട് വന്ന്. തമ്പാനൂർ തമ്പിയുടെ വീടാ. കണ്ട ആ കാണുന്നതാണ് തമ്പാനൂർ തമ്പിയുടെ വീട്. ഇയാൾക്കൊരു കാര്യം ചെയ്യാമോ? ആ മേളിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു തരുമോ? വേണ്ട ഏട്ടാ, അതാ കാണുന്നത് വീട്. ചെല്ലി നീയാണ് അത് തീരുമാനിക്കുന്നത്. ഇയാളെ കൊണ്ട് പറ്റുമോ ഒരു ഓട്ടോ വിളിച്ചു തരാം? അല്ലെങ്കിൽ ഇതാണ്ട ഈ നമ്പറിലൊന്ന് വിളി. എന്റെ ആങ്ങളെയാണ് ഗിരിജായ. ഇങ്ങോട്ട് വന്നേ. ഇയാൾ പേടിച്ചു. എന്റെ അമ്മ എന്തോ ആണ് നാണം കെടുത്താനായിട്ട്. എന്തോന്ന് നാണക്കേട്? ഞാൻ വിളിച്ചു തരത്തില്ലായിരുന്ന? പിന്നെ അയാളെ കൊണ്ട് വിളിപ്പിച്ചത് നാണക്കേടൊന്നുമില്ല. എന്തോടാ പറഞ്ഞാ അത്? ഗിരിജായ ഞാനാടാ. എടാ എന്റെ ഗ്രഹപ്പഴേക്ക് ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നൊന്ന് കേറിപ്പോയി. നീ ഒന്ന് ഇങ്ങോട്ട് വാ. എനിക്ക് തീരെ വയ്യ. കുട്ടു വയ്യ. പിന്നെ ഞാൻ ആർക്കും പോണമൊന്നും കൊടുക്കുന്നൊന്നുമില്ല ആർക്കും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ ഒന്നിങ്ങോട്ട് വാ. ശരി 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 ശരി. ഉപകാരം. ശരി എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്റെ ഏട്ടാ, നിങ്ങളുടെ അമ്മ എനിക്ക് ഒരു സൗകര്യവും തരുന്നില്ല. മുറ്റത്ത് നിന്ന് നാട്ടുകാരെ മൊത്തം കരഞ്ഞ് നിലവിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിളിക്കാഞ്ഞിട്ടാണ്. എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? അകത്തോട്ട് കയറി വരണ്ടേ? ഞാൻ പറഞ്ഞെന്ന് വെള്ളം ചൂടാക്കിയിട്ടിരിക്കുകയാണ്, ചൂട് പിടിക്കാന്ന്. കേക്കണ്ടേ? ഒരു പുതിയ എണ്ണ എന്തോ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിക്കാനായിട്ട് റൊണാൾഡോ ചേച്ചൻ്റെ അടുത്ത് പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഴയ എണ്ണ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊരു കഷ്ടം. അല്ല ഉള്ള നുണയൊക്കെ കൂടെ അവനോട് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഇതേ വന്ന് ഞാൻ കൊടുക്കാം. എന്നാ എൻ്റെ പൊന്നു മോനെ, അവര് സിനിമയ്ക്ക് പോണ കാര്യം ഞാൻ അറിഞ്ഞില്ല. അതും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുങ്ങളെ എന്തുമാത്രം തല്ലിയെന്ന് നിനക്കറിയാമോ? അമ്മ വെറുതെ അനാവശ്യമൊന്നും പറഞ്ഞു കൊടുക്കരുത്. അനാവശ്യമാണോ? നീ തല്ലിയില്ലേ? പിന്നെ ഞാൻ പോവോ മക്കളെ? നീ ഇങ്ങോട്ട് വാ. എൻ്റെ മുട്ടിനും കാലിനും ഒക്കെ ഭയങ്കര വേദന. നീ ഇങ്ങോട്ടൊന്ന് വാ. എന്റെ കർത്താവേ. ഇതിലാരുടെ ദേഷ്യം കാണാൻ ഏറ്റവും ഭംഗി? തക്കുടിൻ്റെ ആണോ, നല്ലുൻ്റെ ആണോ, സയ്യുൻ്റെ ആണോ? ചില ചിരികൾ ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ചിരി അപ്പൊ ചിരിക്കുന്ന ആൾക്കാർക്ക് സൗന്ദര്യം കൂടുന്നത്. അച്ഛനടുത്ത് ആദ്യം മിണ്ടുന്ന ആരാണ്? മിണ്ടുന്ന ആളിനൊരു സമ്മാനമുണ്ട്. ഞങ്ങളെ
സിനിമയ്ക്ക് കൊണ്ടുപോയില്ലല്ലോ അച്ഛൻ. സിനിമ അല്ലല്ലോ. ഓ, യോ, 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 ബിരിയാണി, ചൂട് ബിരിയാണി. അയ്യോ ഓ, എനിക്ക് എന്ത് ഭയങ്കര യോ, ചൂട് ബിരിയാണി. അയ്യ പണക്കൊക്കെ മാറിയാ. അച്ഛനെന്തറിയാമോ, ഇറങ്ങാൻ നേരത്ത് അച്ഛൻ്റെ സാറ് പറഞ്ഞ്, കനക എവിടെ പോന്ന്? ഞാൻ സാറേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് പോകണം, എൻ്റെ പൊന്നുമക്കളെയും കൊണ്ട് എനിക്ക് ബീച്ചിൽ സിനിമയ്ക്കൊക്കെ പോകണമെന്ന് പറഞ്ഞ്. അത് വേറെ ദിവസമൊക്കെ പോവാം, ഇവിടെ കാര്യങ്ങൾ തീരാറുണ്ട്, തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എന്ത് ചെയ്യും? അങ്ങനെയാണ് മാമൻ വരാൻ പറ്റാതെ പോയി. മാമൻ്റെ അടുത്ത് സോറി ക്ഷമിച്ചാ ഉമ്മ വന്നേ. 1 2 3 കോംപ്രമൈസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അമ്മയെ ചേച്ചിനെ കൊറേ തല്ലി. തല്ലിയാ? എന്തിന്? തല്ലി. എന്നിട്ട് കൊച്ചുകൂടെ തല്ലിയത്? ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ഇനിയും നല്ലതല്ലോ. അമ്മ എവിടെ? അമ്മ ഇപ്പോഴും അകത്ത് തന്നെ, പ്രതിഷേധ സമരം. ആണോ? ഇതെന്തോ ഇത് ബിരിയാണി മേടിച്ച് ഇവർക്ക് മേടിക്കണ്ടായിരുന്നു ബിരിയാണി. അതൊന്നും കുഴപ്പമില്ല, ഇന്നും കഴിക്കാം. പിന്നെ മറ്റന്നാൾ പോകുമ്പോൾ വീണ്ടും കഴിക്കുമല്ലോ. സിനിമയ്ക്കും ബീച്ചിലും പോകുന്നതിന് മുമ്പ് ബിരിയാണി കഴിച്ചിട്ടില്ലേ പോകുള്ളൂ. മറ്റന്നാ പോണ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. താടി ഇവിടെ ബിരിയാണി. അമ്മേരെ കൂടെ, അമ്മ വെള്ളപ്പം കൂടെ എല്ലാവരും കൂടെ. മക്കള് നടി ബാഗ് വെച്ച ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പോയിട്ടിട്ട് എന്നിട്ട് കഴിക്കും മക്കളെ. അമ്മയോടി അകത്ത് അമ്മ. അയ്യോ വന്ന് അവള് സിനിമയ്ക്ക് പോകാനിരിക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ലടാ, സത്യം. അല്ല അത് പിന്നെ ഞാനും എനിക്കും അന്നേരം വരാൻ പറ്റില്ലായിരുന്നു, കുറേ സമയം കഴിഞ്ഞേ വരാൻ പറ്റുള്ളായിരുന്നു. അതാണ് മാറ്റി വെച്ചു. എന്തുമാത്രം അടിച്ചെന്നറിയാമോ കൊച്ചുങ്ങളെ അതിന്. ആണോ? അത് ഇവര് പറഞ്ഞ കേൾക്കാത്ത പിള്ളേരല്ലേ, പഠിക്കാനില്ല, അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞടിച്ചായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല, സിനിമയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അടിച്ചത്. നല്ലപോലെ മനസ്സിലായി. കാലും കൈയൊക്കെ എങ്ങനെ ഉണ്ട് ഇപ്പൊ? നല്ല വേദനയുണ്ട് മക്കളെ കാലിന്. ആണോ? അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഇതൊക്കെ കുറവില്ലെങ്കിൽ നമുക്കൊന്ന് ആശുപത്രി പോയാലെങ്കിൽ ഒന്ന് കാണിച്ചിട്ടൊന്നല്ല. കുഴമ്പും മരുന്ന് വാങ്ങിക്കാൻ ഒരുത്തം പോയിട്ട് എത്ര നേരമായെന്ന് അറിയാമോ? ഈ കുഴമ്പും തൈലൊക്കെ നമ്മൾ ഇടുന്നവരാണ്. ഇടയ്ക്ക് വല്ല ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അല്ലേട്ടാ മക്കളെ, ഗുളിക കഴിക്കാത്തതിന്റെ കുഴപ്പമുണ്ട്. അപ്പൊ കുഴപ്പമുണ്ടാന്ന് അറിയാമല്ലോ. അമ്മൂമ്മ സോറി. സോറി എന്തിന്? അല്ല, അമ്മ ഇറങ്ങി ബിരിയാണി ഇറങ്ങി അമ്മയോട് സോറി അറിയണം. അത് ശരി, അല്ലാതെ സ്നേഹം കൊണ്ടല്ലോ സോറി പറയുന്നത്. അല്ല, സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. എവിടെ സ്നേഹം? എവിടെ എന്നിട്ട് എവിടെ സ്നേഹം കാണിച്ചേ? അങ്ങനെ എല്ലാരും ഇവിടെ സ്നേഹം കൊടുത്ത അമ്മ അടുത്ത സ്നേഹം വരുന്നുണ്ട്. അമ്പു ഇതിടെ ഞാൻ കുരുങ്ങിപ്പോകില്ല. അടുത്ത തക്കുട് മോന്റെ സ്നേഹം കൊടുക്കൂ. അത്രേ ഉള്ളൂ. ഇനി മക്കള് എല്ലാരും ഇവിടെ പോയിട്ട് അവിടെ ബിരിയാണി എടുത്ത് കഴിക്കും. അമ്മേ വാ കഴിക്കാൻ. മക്കള് പോയി കഴിക്കും, മൂന്നുപേരും കൂടെ പോയി. അതെങ്ങനെ ശരിയാവും? എല്ലാരും കൂടെ കഴിക്കുമ്പോഴാ നല്ല രസം. രസം അതൊക്കെ തന്നെ, പക്ഷെ അമ്മമ്മക്ക് ഇപ്പൊ വേണ്ട, കാല് വേദന എടുക്കുന്നു, അതുകൊണ്ടല്ലേ പൊന്നുമക്കള് പോയി. മക്കളെ കഴിച്ചോ? തക്കടോ വിശക്കുമ്പോ വരണേ അമ്മൂമ്മേ. വരും മക്കള് കഴിക്കുന്നില്ലേ അമ്മ? കഴിക്കാം, മക്കള് പോയി കഴിക്കും. അമ്മ നല്ല ബിരിയാണി, നാസർ കൊള്ളുന്ന മേടിച്ച ബിരിയാണിയാണ്. ആളുകൾ ക്യൂ ആണ്. നമ്മൾ പോലീസുകാരായിട്ട് നേരത്തെ കിട്ടിയതാണ്. നമുക്ക് എല്ലാവരും കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കാ. വാ, ഞാൻ കഴിക്കാം, ഇച്ചിരി കഴിയട്ടെ. ഇപ്പം മക്കള് പോയി കഴിക്കും, പിള്ളേരെ കൂടെ പോയിരുന്ന് കഴിക്കും മക്കള്. ഏട്ടാ, മണി 3 എഴുന്നേക്കുന്നില്ലേ? ഏട്ടന് വിശപ്പില്ലേ? ബാക്കിയുള്ളതിനെ കൂടെ പട്ടിണി കിടത്തുവോ? ബിരിയാണി വേണ്ടെങ്കിൽ വേണ്ട, ചോറ് വെച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് വാ. അമ്മയും കഴിച്ചില്ലല്ലോ. അതെ, ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. അമ്മ വന്നെന്ന് അറിഞ്ഞിട്ടല്ലേ ഏട്ടൻ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞത്, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞത്. അമ്മ ഇവിടെ വന്ന് കാലുവേന കൊണ്ട് വന്ന കാരണം അവന് അമ്മ ഒറ്റയ്ക്കായി പോവും, നമ്മളിനി കറങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് താമസിക്കുമെന്ന് ഓർത്തിട്ടല്ലേ? അല്ലേ?
നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ബാക്കിയുള്ളൊരു പട്ടിണിയായത് മിച്ചം. അയ്യോ ഞാൻ കാരണം ആരും പട്ടിണി കിടക്കണ്ട. ഒന്നാമത് സിനിമയ്ക്ക് പോകാത്ത ദേഷ്യം. ഞാൻ ആരോട് ദേഷ്യപ്പെട്ടു? അമ്മയോട് ദേഷ്യപ്പെട്ട? എന്നിട്ട് നീ കൊച്ചിനെ എടുത്തിട്ട് അടിച്ചാൽ തോന്നുന്നു എന്തുമാത്രം അടി കൊടുത്തെന്നറിയാമോ? കൊച്ചിനെ എടുത്ത് അടിച്ചതേ ചെറിയ വയലിൽ വലിയ വർത്താനം പറഞ്ഞിട്ട്. ഇനി അടിക്കും, അങ്ങനെ പറഞ്ഞ ഇനി അടിക്കും. ഇനി പോട്ടത്. അല്ല എന്തായാലും അമ്മ ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നില്ലേ, കഴിക്ക്, കൊതി തീരട്ടെ. അയ്യോ എനിക്ക് വേണ്ടേ, എനിക്ക് ഒരു കൊതിയില്ല. ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ട്. എന്തോടി നീ എടുത്തോട്ട് വാ, നമുക്ക് പോയിരിക്കാം. നമുക്ക് എല്ലാവരും കൂടെ ബിരിയാണി എടുത്ത് കഴിക്കാം. എന്നോട് മക്കളെ എനിക്ക് വേണ്ട ബിരിയാണി. എനിക്കും വേണ്ട, ഞാനും കൈ കൊണ്ട് കൊടുത്തില്ല. ആ നീ എന്തോടെ കാണിച്ചത്? നീ എപ്പോ പോയതാണ്? നീ എപ്പോ വരാനാണ് അവിടെ പറഞ്ഞത്? എന്റെ പൊന്നു വെച്ചപ്പോ രാവിലെ വിളിക്കുമ്പോഴല്ലേ ലിൽപ്പണ്ട് ബിരിയാണി സിനിമ എന്ന് പറഞ്ഞ് വല്ലാണ്ട് കൊതിപ്പിച്ചു. കൊതി വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം സാധിക്കണ്ടേ. അപ്പോഴാ അമ്മ മരുന്ന് മേടിക്കാൻ പൈസ. മരുന്ന് മേടിച്ച് ബാക്കിക്ക് ഒരു സിനിമ കണ്ടു, കാലക്കൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു. രാവിലെ ഇതൊക്കെ പറഞ്ഞതാര്? ഏതായാലും കൊള്ളാം. അല്ല കൊതിച്ചതാര്, വിധിച്ചതാർക്ക്?